നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആണ്. ഇനി അതല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെതായാലും നമ്മളുടെ ഒരു മുഖമുദ്ര ആയിട്ട് വരുന്നത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആണ്. നമ്മൾ പ്രൊഫൈൽ പിക്ചർ ആണ് ഓഡിയൻസ് കാച്ചബിൾ ആവേണ്ടേ. പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഒരുപാടായല്ലോ, സെയിം തന്നെയാണല്ലോ, ഇത് എന്തിനാണ് അത് മാറ്റാത്തത്? ഇനി അതുപോലെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല അടിപൊളിയാണല്ലോ, പെട്ടെന്ന് കാച്ചബിൾ ആണല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ പ്രൊഫൈൽ പിക്ചർ നമുക്ക് എങ്ങനെ നന്നായിട്ട് അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യുന്ന നേരം എങ്ങനെ സെറ്റ് ചെയ്യണം, അതിലൂടെ എന്താണ് ബെനിഫിറ്റ്സ്, നമ്മുടെ ചാനൽ എങ്ങനെ ഗ്രോത്ത് കിട്ടുന്നു എന്നുള്ള വിഷയത്തെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് റിലേറ്റ് ചെയ്ത് അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സപ്പോർട്ടുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ചാനൽ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്തായാലും നമ്മൾ ഇന്ന് ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താണ്. ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ പിക്ചേഴ്സ് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാ. അതായത് എങ്ങനെയാണ് നമ്മൾ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് pfpmaker.com എന്നുള്ളതാണ്. ഈ ഒരു pfpmaker.com യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ക്രിയേറ്റീവ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഞാൻ പറയാണ്, നമ്മളൊരു പ്രൊഫൈൽ പിക്ചറിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് റെഗുലർ ചെയ്യുന്നുണ്ട്. ഈ റെഗുലർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇതിൽ റെഗുലർ ആയിട്ട് നമ്മൾ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൺസ് അഥവാ ഒരു റീച്ചിൽ എത്തുന്ന സമയത്ത് ഓഡിയൻസ് അത് വീണ്ടും വീണ്ടും പലപ്പോഴായിട്ട് നമ്മളെ വീഡിയോസ് കാണും. ആ സമയത്ത് എന്തായാലും ഓഡിയൻസ് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ചാനലിൽ അതൊരു നല്ലൊരു ഐക്കൺ ഉണ്ടായിരിക്കണം. എന്താണോ നമ്മളൊരു വ്ളോഗ് ചാനലാണെങ്കിൽ നമ്മളുടെ വ്യക്തിത്വമാണ് കാണിക്കുന്നതെങ്കിൽ നമ്മളൊരു പ്രൊഫൈൽ പിക്ചർ സൂപ്പർ ആയിട്ട് അവിടെ കാണണം. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാല് ഓഡിയൻസ് ഇത് ആള് കൊള്ളാലോ, ഞാൻ കുറെ ആയിട്ട് കാണുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആളുടെ മൈൻഡിലേക്ക് അത് ക്യാപ്ചർ ആവുകയാണ്. അപ്പൊ വീണ്ടും വീണ്ടും കാണുന്ന സമയത്ത് ക്യാപ്ചർ ആവണമെങ്കിൽ നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടായിരിക്കണം. ഈ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ട് എന്തായാലും ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് നമ്മൾ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുന്ന നേരം നമ്മൾ എന്തെങ്കിലും ഒരു ദൂരെ നിന്നിട്ട്, ഞാൻ ബാക്കിൽ എവിടെയോ നിന്ന് എന്നിട്ട് എന്റെ ഫുൾ ഫ്രെയിം ഫോട്ടോ കൊടുത്തിട്ട് പ്രൊഫൈൽ പിക്ചർ ആയിട്ട് ഓഡിയൻസിനെ കാച്ചബിൾ ആയിരിക്കില്ല. നമ്മളെ പ്രൊഫൈൽ പിക്ചർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഹാഫിന്റെ മുകളിലോട്ടുള്ളത് അറ്റ്ലീസ്റ്റ് അങ്ങനെ ചെയ്തിട്ട് നമ്മളെ ഫേസ് വിസിബിൾ ആയിരിക്കണം എന്നർത്ഥം. ഫേസ് കൊടുക്കുന്ന സമയത്ത് തന്നെ പ്രൊഫൈൽ പിക്ചർ ഈ ഫ്രെയിമിന്റെ തൊട്ട് മുകളിൽ തട്ടുന്ന രൂപത്തിൽ കൊടുക്കാതെ കുറച്ച് സെൻട്രൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാച്ചബിൾ ആയിട്ട് ഓഡിയൻസിന് പെട്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഈ വെബ്സൈറ്റ് ത്രൂ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിക്കാം. വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ ഇന്റർഫേസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ പിക്ചർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലസ് ബട്ടൺ ഉണ്ടാവും. പ്ലസ് ബട്ടണിൽ നമ്മൾ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണോ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഞാൻ പിക്ചർ സെലക്ട് ചെയ്തു. ആ പിക്ചർ സെലക്ട് ചെയ്യുന്ന നേരം ജനറേറ്റിംഗ് പ്രൊഫൈൽ പിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മൾ പ്രൊഫൈൽ പിക്ചർ വേണ്ടിയിട്ട് ഒരു പിക്ചർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലായിരിക്കും നമ്മൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവുക. ഇപ്പൊ തന്നെ നമുക്ക് കാണാം, താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മോഡൽസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് പല രൂപത്തിൽ സെറ്റ് ചെയ്തിട്ട് പല കളറുകളിലായിട്ട് പല രൂപത്തിലുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ സെറ്റിംഗ്സ് കാര്യങ്ങൾ ഓരോന്നും റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഓരോന്നിന്റെ കളർ സെലക്ട് ചെയ്യുന്നത്, കളർ ചേഞ്ച് ചെയ്ത് ഇപ്പൊ നമ്മൾ ഒരു ഡാർക്ക് കളറിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. ഇനി അതാകണ ഒരു ബ്ലൂ കളറിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ ഈ ഒരു ബ്ലൂ ടൈപ്പ് കളറിലാണ്. ഇനി യെല്ലോയിലേക്ക് ഇപ്പൊ യൂട്യൂബിൽ ഞാൻ യെല്ലോ ആണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ യെല്ലോയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മളുടെ ഡ്രസ്സിന്റെ കളർ ഏതാണ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യണം, ഏതാണ് കൂടുതൽ കാച്ചബിൾ ആയിട്ട് ഓഡിയൻസിന് ഒന്ന് കാച്ചബിൾ ആവുക എന്ന് നോക്കാം. പല മോഡലുകളുണ്ട്. അപ്പൊ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡൗൺലോഡായി വരും. അത് നേരെ ഡൗൺലോഡായി കഴിഞ്ഞാൽ അത് നമുക്ക് പ്രൊഫൈൽ പിക്ചർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ പ്രൊഫൈൽ പിക്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. എനിവേ ഞാൻ എക്സ്പീരിയൻസിന് പുറത്ത് പറയുന്നതാണ്, നല്ല വെബ്സൈറ്റ് ആണ്, യൂസ് ചെയ്യുക. എന്തായാലും ഇതുപോലുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും കാണാം. താങ്ക് യു.